ഉച്ചക്കത്തേക്കുള്ള ചോറ് ആയിക്കൊണ്ടിരിക്കുകയാണ്. റേഷൻ അരിയാണിത്. ഇനി ചീരത്തോരൻ ഉണ്ടാക്കണം. ചീരത്തോരൻ ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീര ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്നും ഇവിടെ കിടന്നാവട്ടെ. ഇതിന് വേണ്ട തേങ്ങ ചിരണ്ടി എടുക്കാം. ചോറായിട്ടുണ്ട്. ഇനി ഇത് ഊറ്റാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരിത്തിരി നേരം വരെ അടച്ച് വെക്കാം. മുരിങ്ങൻ്റെ ഇലയും പരിപ്പും കൂടി തേങ്ങാച്ചാറുണ്ടാക്കാം. തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. തേങ്ങയുടെ കൂടെ 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, മഞ്ഞൾ എടുത്തിട്ടുണ്ട്, കുറച്ച് വറ്റൽമുളക് എടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വറ്റൽമുളകാണ്. ഇനി ഇതിൻ്റെ കൂടെ വേണ്ടത് മല്ലിയാണ്. മല്ലി മുഴുവനില്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ടാൽ മതിയാവും. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. കല്ലിലാണ് തേങ്ങ അരക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. വെളുത്തുള്ളി ലാസ്റ്റാണ് അരക്കുന്നത്, തേങ്ങ അരച്ച് കഴിഞ്ഞിട്ട്. ആദ്യം കഷ്ണം തേങ്ങയും മുളകാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് വരാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിക്കാം.